ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് രമേശ, ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. കഴിഞ്ഞ ക്രിസ്മസിന് മേടിച്ച കാശ് തിരിച്ചതാണോ? മേടിച്ച പൈസ തിരിച്ചു വയ്ക്കണാടാ. നിനക്ക് ഈ വർഷമല്ല അടുത്ത ക്രിസ്മസിന് ഹാപ്പി ഉണ്ടാവൂല. ഉള്ളല്ലോ. എന്തായാലും ഞാൻ ഇന്ന് അടിച്ചു പൊളിക്കും. റാണി, റാണി മോളെ, മനുഷ്യ നിങ്ങൾ ഈ കിടന്ന് തൊള്ളറക്കുന്നേ. ഇവിടെ വന്നേ. നീ ഒന്ന് അടങ്ങ്. നീ നിന്റെ മാല പണയം പച്ച വിഷമത്തിലായിരുന്നില്ലേ? ആ വിഷമം നീ കണ്ടിന്യൂ ചെയ്തോ. പക്ഷെ അതിന് പകരം കുറച്ച് മാലപ്പടക്കങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ വീടിനകത്ത് പടക്കം കൊണ്ട് വന്നേക്കരുന്ന്. ഇതുപോലെ കഴിഞ്ഞ ക്രിസ്മസിന് പടക്കം പൊട്ടിച്ചിട്ടാണോ നമ്മുടെ അപ്പച്ചന്റെ ഓർമ്മശക്തി പോയേ? ഇനി നിന്റെ വർത്താനം കേട്ടാ തോന്നുന്നു ഞാൻ പടക്കം പൊട്ടിച്ചിട്ടാണ് അച്ഛനെ സംഭവിച്ചതെന്ന്. ആ അപ്പുറത്ത് വീട്ടിലെ ബെന്നിയല്ലേ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? കഴിഞ്ഞ വർഷം ക്രിസ്മസിന് 3 നിലയിൽ പോയി പൊട്ടുന്ന ഡൈനാമിറ്റിക്ക് ഈ ബെന്നി തീ കൊടുത്ത് അത് പറമ്പിന്ന് മാറിയിട്ട് വട്ടം കറങ്ങി ഞങ്ങളുടെ ബാത്റൂമിന്റെ മുകളിൽ വന്ന് വീണു. ആ ബാത്റൂമിൽ അപ്പച്ചനുണ്ടായിരുന്നു. അത് ഷീറ്റും തുളച്ച് നേരെ ബാത്റൂമിൽ വന്നിട്ട് ടുന്നും പണ്ടൊരു ഒറ്റപ്പൊട്ട്. പിന്നെ ബാത്റൂമിന്റെ ഉള്ളിൽ വർണ്ണ കാഴ്ചകളായിരുന്നു. പച്ച, മഞ്ഞ, നീല, എന്റെയൊക്കെ കളറുകളായിരുന്നു. അവസാനം ഞാൻ നോക്കുമ്പോ ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം പറന്നുണ്ടായിരുന്നു. പിന്നെ അല്ല എനിക്ക് മനസ്സിലായി അച്ഛന്റെ കിളി പറന്നു പോയെന്ന്. ആ പറന്നുപോയ കിളി ഇന്നേ വരെ തിരിച്ചു വന്നിട്ടില്ല. അല്ല ഇനി ഇവിടെ തൂക്കിട്ടിരുന്ന നക്ഷത്രം. നക്ഷത്രത്തിന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതല്ല. നിങ്ങളുടെ അപ്പച്ചനോട് ഞാൻ പറഞ്ഞ ആ നക്ഷത്രം ഒന്ന് കത്തിക്കാൻ. പുള്ളി മണ്ണെണ്ണ ഒഴിച്ച് മൊത്തം കത്തിച്ചു. എന്റെ ദൈവമേ, കിളി പോയാ ഇങ്ങനെ ഉണ്ടാവുമോ മനുഷ്യന്മാര്? എന്നിട്ട് അപ്പച്ചനെവിടെ? അപ്പച്ച, അപ്പച്ച, എന്താ അപ്പച്ച? മോളി എന്നെ തിരിച്ചു വിളിക്കുന്നു. ജോണിക്കുട്ടി. എന്റെ ദൈവമേ, ഞാൻ ജോണിക്കുട്ടി അല്ല. ഇങ്ങോട്ട് വന്നേ. അപ്പച്ച, ഞാൻ അപ്പച്ചന്റെ മൂത്ത മകൻ വിലിസൺ. വില്ലി, അത് നീയാണ്? ഇല്ലി, അത് ഞാനാണ്. ഈ ജോണിക്കുട്ടി എന്ന് പറഞ്ഞ വ്യക്തി അപ്പച്ചന്റെ ഇളയ മോളുടെ ഭർത്താവ്. അതായത് എന്റെ അളിയൻ. ഇന്ന് മുതൽ അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇത് മറിക്കേ കേക്കണ്ട. കേക്കിണ്ടാ ക്രിസ്മസ് ആയിട്ട് ഇപ്പൊ എടുത്തിട്ട് കാളെ പറ്റുന്ന അറിയുമ്പോ കയറെടുക്കാനായിട്ട് ഓടേണ. എന്റെ ദൈവമേ, എല്ലാത്തിന്റെയും കിളി പോയി കിടക്കേണ്ടല്ല. ഒരു കിളി, കിളി, ഒരു മുക്കിളി. ചേട്ടേ, ഈ അപ്പച്ചൻ കാരണം ഞാൻ തോറ്റ്. ഇനി നീ പരീക്ഷക്ക് പഠിക്കാഞ്ഞിട്ടല്ലേ നീ തോറ്റത്? അപ്പച്ചന്റെ തലയിലും ഒക്കെയാണ്. പ്ലസ് ടു തോറ്റ കാര്യമാണോ ഞാൻ പറഞ്ഞത്? അപ്പച്ചന് കക്കൂസി പോണോന്ന് പറഞ്ഞ് എന്നെ കൂട്ടു വിളിച്ച് ഞാൻ അപ്പച്ചനെ കൊണ്ട് കക്കൂസി ചെന്ന് കഴിഞ്ഞപ്പോഴേ എന്നെ അതിന്റെ അകത്തേക്ക് തള്ളിയിട്ടിട്ട് പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞേ, എടി കൊച്ചേ വേഗം ഇറങ്ങി, ഇല്ലെങ്കിൽ ഞാൻ ഈ പുറത്തിരിക്കോട്ടാന്ന്. ഇരിക്കും. കാര്യം നമ്മുടെ അപ്പച്ചന്റെ സ്വഭാവം നിനക്ക് അറിയാല്ല. അപ്പച്ചൻ എവിടെ ചിന്തിക്കുന്നുവോ അവിടെയാണ് ശൗചാലയം. ബൾബ് കത്തുന്നില്ല. തലയിലത്തെ അല്ലേ? അല്ല, കക്കൂസിലെ. അത് കത്തിച്ചളയാ. ഒന്ന് പോണം. ഞാനൊന്ന് പോയതാ. എനിക്കൊന്ന് പോണം. അതിന് എന്റെ എന്തെങ്കിലും വേണോ? വേണ്ട. എന്നാ പോ. അല്ല പിന്നെ വരുന്നോ? എന്റെ പൊന്നപ്പച്ച, ഞാനില്ല. വിളിക്കണ വിളി കേട്ടാത്തൊന്നും പൂരം കാണാൻ പോവാന്ന്. ചേട്ട്, ഈ അപ്പച്ചനെ ആശുപത്രി വല്ലതും കാണിച്ചാ ശരിയാവൂലേ? ഈ ഡോക്ടറെ കാണിച്ചതല്ലേ. എന്നിട്ട് ഡോക്ടറെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയാൻ പറഞ്ഞു. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞത്? നമ്മൾ തമ്മിലുള്ള വസ്തുതർക്കം, ബെന്നിയായിട്ടുള്ള അതിർത്തി തർക്കം, വഴിക്കട പോണ പെണ്ണുങ്ങളുടെ അപവാദങ്ങള്, ഇതെല്ലാം ഡോക്ടറോട് പറഞ്ഞു. എന്നിട്ട് എന്താ പിന്നെ വസ്തു തർക്കത്തിന്റെ കാര്യത്തിന് വേണ്ടി വക്കീലിനെ കാണാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പറയാത്ത രോഗങ്ങളില്ല. അവസാനം എനിക്ക് കൺഫ്യൂഷൻ അടിച്ചിട്ട് വക്കീലിനെയും ഡോക്ടറെയും ഒരുമിച്ചിരുത്തിയിട്ട് ഡിസ്കഷൻ നടത്തിയിട്ടാണ് അച്ഛന് മരുന്നിനുള്ള ചീട്ട് കുറിച്ചത്. എന്നിട്ട് മരുന്ന് മേടിച്ചാ? അതിന് ചീട്ട് എന്റെ കയ്യിലുണ്ടാ. ചീട്ട് വസ്തുവിന്റെ ആധാരം ഒന്നും പറഞ്ഞ് പുള്ളി അലമാരയിൽ വെച്ച് കൂട്ടി. അച്ഛന്റെ കാലശേഷം നിനക്ക് എന്തെങ്കിലും കിട്ടുമല്ലോ. അപ്പച്ചൻ ഇത് എന്തും ഭാവിച്ചാണ്. അവിടെ അല്ലടാ ലൈറ്റും ബഹളവും പാട്ടും കൂത്തും. അല്ല കല്യാണമാണോ? വിളിച്ചോ നമ്മളെ? പോണ്ടേ? ഉടുക്കാം, വാ പോവാ. എന്റെ അപ്പച്ച കല്യാണമാണെന്നും പറഞ്ഞ് നക്കിത്തിരാൻ അങ്ങോട്ട് ചെല്ലല്ലേ. ഇന്ന് ക്രിസ്തുമസ് അല്ലേ, അതിന്റെ ആഘോഷങ്ങളാ. ഇന്ന് ക്രിസ്മസാ? പിന്നെ ഇന്ന് ക്രിസ്തുമസ്. അപ്പൊ ഇന്നലെയോ? ഇന്നലെ പറഞ്ഞ പോലെ ഇന്നലെ എന്തായിരുന്നു? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ള. ഇന്നലെ എന്തായിരുന്നു? വെളിവും വെള്ളിയാഴ്ചയില്ലാതെ കേറി വന്നിട്ട് അന്നമ്മ വേറെ തുണി വേറെ എന്ന് പറഞ്ഞല്ലേ നിങ്ങൾ കിടന്നേ? ആരാണ് പറഞ്ഞത്? നീ കിടക്കണ്ടോടത്ത് നീ കിടന്നില്ലെങ്കിൽ നിന്റെ സ്ഥാനത്ത് അന്നമ്മ കയറി കിടക്കും. എന്തുവാ? ഒന്ന് നിർത്തിക്കേ ചേട്ടേ. നമ്മുടെ അപ്പച്ചനെ ഈ അവസ്ഥയിലാക്കിയ ആ ബെന്നിക്കിട്ടൊന്ന് കൊടുക്കണ്ടേ? കൊടുക്കണ്ടേന്നാ ഇതൊന്നെ ഞാൻ മറന്നുപോയി വിചാരിച്ചിരിക്കായിരുന്ന. എടി, നമ്മുടെ അപ്പച്ചൻ ഇത് ചെയ്തവനുണ്ടല്ലോ, ഞാനിന്ന് പ്രതികാരം ചെയ്യും. അറിയാമോ നിനക്ക്? പിന്നല്ലാതെ നീ പോയിട്ട് 4 കുപ്പി എടുത്തിട്ട് വന്നേ. അപ്പൊ സമയം കാത്തിരിക്കും നിങ്ങൾ വെള്ളം അടിക്കാനല്ലേ? നീ വെള്ളം അടിക്കാനല്ല, നീ പോയിട്ട് 4 കാലിക്കുപ്പി എടുത്തിട്ട് വാ. തീപ്പെട്ടി
ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഏട്ടനെ ഞാൻ സമ്മതിച്ചേട്ടാ. പ്രതികാരം വീട്ടാൻ വേണ്ടി ക്രിസ്മസ് വരെ നോക്കിയിരുന്നു. പിന്നല്ലാണ്ട് ഇതെന്ത് സാധനമായിട്ടെ? ആ അടി അത് വാണങ്ങളാ. ഒന്ന് എലി വേണോ ഒന്ന് പൂച്ച വേണോ. ഇത് രണ്ടും ഒരുപോലെ ഇരിക്കണ ഇതെങ്ങനെ തിരിച്ചറിയും? ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഒരുമിച്ച് തീ കൊടുക്കണം. ആദ്യം വിട്ടളിച്ചു പോണത് എലി വേണം, പുറകെ പിടിക്കാൻ പോണത് പൂച്ച വേണം. നിരത്തി വെച്ചേ. പിന്നെ ഇത് സാധാരണ വാണങ്ങളൊന്നും അല്ല, ഇത് മിസൈലാണ്, മിസൈല്. പിന്നല്ലാതെ ഇതിങ്ങനെ വെക്കണം, ഇതിങ്ങനെ വെക്കണം, എന്നിട്ട് അങ്ങോട്ട് ചരിച്ചു വെക്കണം ബെന്നിയുടെ അങ്ങാട്. എന്നിട്ട് ഇതിന്റെ മൂട്ടി തീ കൊടുത്തു വെച്ചിട്ടുണ്ടല്ല, ബെന്നിയുടെ തല നിന്ന് കത്തും. അപ്പച്ചോ ഇപ്പൊ തലയിലത്തെ കിളിയല്ലേ പോയിട്ടുള്ളു, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മൂട്ടിലെ കിളി കൂടി പോകും. മാറിക്ക് അങ്ങാട്, എല്ലാരും സൂക്ഷിച്ച് നോളോട്ടോ. എല്ലാവരും ചെവി ഒത്തിക്കോ, കാരണം ഭയങ്കര സൗണ്ട് ആയിരിക്കും. പിന്നെ അവന്റെ തല പൊട്ടി തെറിക്കുന്ന സൗണ്ട് വേറെ. അപ്പൊ ഞാൻ തീ കൊടുക്കാൻ പോണ്, ഞാൻ തീ കൊടുക്കാൻ പോണ്. ചെവി ഒത്തിക്കോ. അയ്യോ ഓടിക്കോ. എന്ത് കാര്യത്തിന് എന്നാളിയായി കിടന്ന് കാണിക്കണത്? അല്ല ഞാൻ ഓടിച്ചിട്ട് പടക്കം പൊട്ടിക്കായിരുന്നു. അളിയന്റെ വീഴ്ച കണ്ടപ്പോ പടക്കം അളിയനിട്ട് ഓടിച്ച പോലെയാണല്ലോ. അയ്യോ എന്നാ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രോ? എന്റെ പൊന്നളിയ, ഇത് തുമ്പേ ഒന്നും അല്ല. എന്തായാലും അളിയൻ വന്നത് കറക്റ്റ് സമയത്താ. ഊണുകളൊക്കെ വെച്ചിട്ടുണ്ടാ? ഒറ്റ ചിന്തയുള്ളൂ. ഒന്നല്ല, എല്ലാവർക്കും ഉള്ള പോലെ ഇപ്പുറത്ത് ഒരു ചിന്ത. പിന്നെ അളിയ ഇതെന്നാ പരിപാടി തന്നെ ഇത്? എന്റെ അളിയാൻ അറിയാല, കഴിഞ്ഞ ക്രിസ്തുമസിന് ഈ ബെന്നി പടക്കം പൊട്ടിച്ചിട്ട് നമ്മുടെ അപ്പച്ചന്റെ ഓർമ്മ പോയതാണ്. ഈ വർഷം ഞാൻ അവനോട് മധുരപ്രതികാരം ചെയ്യും. അത് വേണം അളിയ, മധുരപ്രതികാരം തന്നെ ചെയ്യണം. കാരണം അവന് ഇച്ചിരി ഷുഗർ ഉള്ളതാ. ഇവിടുന്ന് മധുരം ചെല്ലുമ്പോ ഷുഗറും മധുരവും ചേർന്ന് പോട്ടിലാവാൻ തീരും. ആണല്ലേ അളിയ? ഈ ഇരിക്കുന്ന സാധനങ്ങൾ കണ്ട, ഇത് വെറും റോക്കറ്റ് അല്ല, പിന്നെ ഇത് മിസൈലാണ്. മിസൈല്, സെൻസർ വെച്ച മിസൈല്. പിന്നെ ഇത് കത്തിച്ചങ്ങോട്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ല, ബെന്നി എവിടെയുണ്ടോ അവന്റെ തല അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവിടെ ചെന്ന് കൊട്ടും. ഷാപ്പിലെ പൂച്ചയാണോ? അതങ്ങനെ തല മാത്രം കണ്ടുപിടിച്ചെടുക്കാനായിട്ട്. എന്റെ അളിയ, ഞാനിവിടെ പൊട്ടിക്കണ കാര്യം പറയുമ്പോ അളിയൻ ചീറ്റിപ്പോണ കോമഡി പറയല്ലേ. ഇത് അങ്ങനത്തെ ഒരു സാധനം. അത് എന്റെ അളിയന് മാത്രമല്ല പ്രതികാരം, മരുമകൻ എന്ന രീതിയിൽ എനിക്കുണ്ട് ബെന്നിയോട് പ്രതികാരം. അപ്പത്തെ കിളി പോയത് കാരണം 2 പവന്റെ സ്വർണ്ണം എനിക്ക് ബ്ലോക്ക് ആയത്. എന്തായാലും അളിയന് വെറുതെ എന്തിനാ പൈസ മുടക്കിയത്? അവനോട് പ്രതികാരം ചെയ്യാനായിട്ട് അവൻ ചെയ്ത പോലെ നല്ല കിടുക്കാച്ച് ഡൈനാമറ്റുമായിട്ടാ ഞാൻ വന്നേക്കണത്. കണ്ടാ? എന്താണ് ചെറിയൊരു കിളിവർക്ക് വിട്ടാ പോരെ? ഇതെന്തായാലും പൊട്ടിച്ചു കഴിഞ്ഞാൽ അവന്റെ തലേന്ന് ചക്കിപ്പരുന്ന് പറഞ്ഞു പോവല്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇത് 2ആയിട്ട് മുറിച്ചിട്ട് ഇതിന്റെ പകുതി കൊണ്ട് അവനെ പൊട്ടിക്കാം. അതൊന്നും വേണ്ട, ഞാൻ ഇവിടെ മിസൈൽ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. തൽക്കാലം ഇത് വെച്ച് പൊട്ടിക്കാം. അതുകൊണ്ട് പറ്റിയില്ലെങ്കിൽ നമ്മൾ അത് പ്രയോഗിക്കും. എവിടെ തീപ്പെട്ടി കണക്കാക്കി ഇറങ്ങിയാക്കിയല്ലേ അല്ലാണ്ട്. അപ്പേ എല്ലാവരും ചെവി ഒത്തിക്കോ. അമ്മാതിരി സൗണ്ട് ആയിരിക്കും. അവന്റെ തല പൊട്ടിത്തെറിക്കാൻ പോയാണ്. ചെവി ഒത്ത്. അല്ലെ നിങ്ങൾ പൊത്തി കഴിഞ്ഞ അപ്പൊ എന്റെ ചെവി ആര് പൊത്തും? ഒരു കാര്യം ചെയ്യ്, ഇത് പൊട്ടിക്കഴിഞ്ഞിട്ട് നീ വന്നിട്ട് ഓടി വന്ന് എന്റെ ചെവി പൊത്തണം. നിങ്ങൾ ആദ്യം ഒന്ന് കത്തിച്ചു വിട്ടോ. കത്തിക്കാൻ പോണ് മോളെ, ഞാൻ കത്തിക്കാൻ പോണ്. അളിയാ, ഞാൻ കത്തിക്കാൻ പോണ്. മോളെ, ചേട്ടൻ കത്തിക്കാൻ പോണ്. ചേട്ടൊക്കെ പേടിയാണ്. കുറെ നേരമായില്ല കത്തിക്കാൻ പോണെന്ന് പറയണത്. ബെന്നി, നീ മേടിച്ചൊന്ന് കത്തിക്കണത്. എന്റെ ടെഡിബിയറെ, ഈ നിസാര സംഭവത്തിലാണോ ഈ കിടന്ന് വെപ്രാളപ്പെടുന്നത്? എന്നൊരു കാര്യം ചെയ്യ്, അളിയൻ കത്തിക്ക്. തീപ്പെട്ടിയാണോ? ചന്ദനത്തിരിപ്പുണ്ടോടി? അകത്തുണ്ട്. ഞാൻ കത്തിച്ചിട്ട് വരാം. അളിയാ, അവനെ ഉന്നം വെച്ച് സാധനം വെച്ചോ, കൃത്യസമയത്ത് സംഭവം ഞാൻ പൊട്ടിച്ചു കാണിച്ചു തരാം. അതല്ലേ 30 ഡിഗ്രി ചരിച്ചു വെച്ചിട്ടുണ്ട്. നേരെ അങ്ങോട്ട് തന്നെ പോലെ. ബെന്നി, എടാ മുറ്റത്ത് ഇറങ്ങിക്കിട്ടാ പോകല്ലേ, ഒരു ക്രിസ്തുമസ് സമ്മാനമുണ്ട് കേട്ടാ. എന്റെ തല പൊട്ടണം. തീപ്പെട്ടി ഉണ്ടോ കക്കൂസി പോവാൻ? വായിൽ വെച്ചാക്കണ് എന്റെ അപ്പച്ചൻ ഭിത്തി കയറി ചിരിച്ചിരുന്നാലേ അടങ്ങുള്ളോ. ഞാൻ ബീഡി വലി നിർത്തി. മാറിക്കേ, എല്ലാരും ഒന്ന് മാറിക്കേ. വഴി വേണേ. അളിയാ, ഇതിന്റെ അറ്റം എനിക്ക് കാണാൻ പറ്റുന്നില്ല. മുട്ടുന്നുണ്ടോ നോക്കിക്കേ. അളിയോ, ഇതെന്താ ഇത്? അല്ലത് പൊട്ടിക്കട്ടെ നമുക്ക്. ഇത്രയും നീട്ടമുള്ള ധൈര്യം അളിയന്റെ അടുത്തുണ്ടെങ്കിൽ അത് എനിക്ക് തന്നാ പോരായിരുന്നു, ഞാൻ പൊട്ടിക്കൂലേ. എന്റെ അളിയ, ഇത് മുട്ടിയാലേ പൊട്ടുള്ളൂ. അതൊന്ന് മുട്ടിച്ചേന്ന്. ഇത് പൊട്ടിക്കാൻ പിന്നെ എനിക്ക് പൊട്ടിച്ചൂടെ? എന്റെ അളിയ ഒന്ന് മുട്ടിക്ക്. നീ ഒന്ന് പൊട്ടിച്ചൂടെ? ഒന്ന് മുട്ടിച്ചേ. എടാ, എനിക്കത് പറ്റൂലെന്ന് പറഞ്ഞില്ലേ. എന്റെ അളിയ ഒന്നും എല്ലാരും ചെവിത്തി പിടിച്ചോ, ഇപ്പൊ തന്നെ ഞാൻ പൊട്ടിക്കും. എന്റെ ചേട്ടൻ നോക്ക്.
അയ്യോ ദേ അപ്പച്ചൻ തീ കൊടുത്ത്. അയ്യോ. അയ്യോ. അളിയോ ഓ വിട്ടലത്തി പോണ കണ്ട തല തപ്പി പോകെ. എന്തളിയാ അളിയ വിട്ട മിസ്സിനെ തെങ്ങേ തട്ടി തിരിച്ചു വരുന്നത്. ടവറെ തട്ടി ഇങ്ങോട്ട് വരുന്നത്. അയ്യോ 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 ചേട്ടാ. അയ്യോ ദേ ദേ വന്നേക്കണ്. അയ്യോ പൊട്ടു. അയ്യോ അപ്പച്ച. അയ്യോ. ശ്ശേ. തല മാത്രം കണ്ടുപിടിച്ച് പൊട്ടിക്കുന്ന മിസൈല്. ഇത് കണ്ടുപിടിച്ച അളിയന്റെ തല. അല്ല ഇതേ പൊട്ടാഞ്ഞത് ഭാഗ്യം. അല്ല. ഇല്ലെങ്കിൽ ഇവിടെ ഒരു മരട് വെടിക്കെട്ട് കിടന്നാല്. അത് ശരിയായിട്ട് എന്തോ ഭാഗ്യാണ്. പിന്നെ അല്ലാതെ ഇനിയിപ്പോ ഏതായാലും ഇനി 2 മിസൈൽ കൂടി ഉണ്ടല്ലോ. അതെ 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 അതെ. എന്താ ഡിഗ്രി മാറിപ്പോയി. എന്തോ ഡിഗ്രി മാറിപ്പോയി. തല മാത്രം അന്വേഷിക്കുന്ന ഇതാണോ ഇതും? അല്ല അതെ ഞാൻ പറഞ്ഞതല്ലേ. ആ, ഇതെന്താടാ തിരിയിട്ട് കത്തി? അപ്പച്ചനെ കളി അപ്പച്ച. അയ്യോ, അയ്യത്തെ dynamite. അയ്യോ, അപ്പച്ചാ, ഓടിക്കോ. അയ്യോ ഇതും കൂടെ കൊണ്ടോടാ. ഹാപ്പി ക്രിസ്മസ്.